ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞേക്കുന്ന കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ട് ഉരച്ചിൽ, ഫ്രണ്ട് കെട്ടലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഉരച്ചിൽ തന്നെയുണ്ട്. പിന്നെ ലോഡ് വെച്ച് ഒരാളും കൂടി അഡീഷണൽ നമുക്ക് കയറുമ്പോൾ രണ്ടാളിരുന്ന് പോകുമ്പോൾ വണ്ടി ഓഫ് ആവുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ നമുക്ക് വണ്ടി നമ്മൾ പോയി സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാവും, വണ്ടി മൂവ് ആവണ്ടായില്ല. അതിൻ്റെ കംപ്ലയിൻറ്റ് പ്ലഗിൻ്റെയാണ്. പ്ലഗ് മാറ്റിയിട്ട് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി. അപ്പോൾ നമുക്ക് വേറെ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം ഒന്നും കാണിച്ചൊന്നുമില്ല. പിന്നെ ഓടിച്ചു നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചെറിയൊരു സൗണ്ട് വ്യത്യാസം കണ്ടതുകൊണ്ട് നമ്മൾ എൻജിൻ ഓയിൽ കൂടി ചെക്ക് ചെയ്തു. ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ എൻജിനിലുള്ള ഓയിലാണ് കേട്ടോ, അത് ആകെ എത്ര ഓയിലുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓയിൽ കയറി കത്തണുണ്ട്. സിലിണ്ടർ ഹെഡിനകത്ത് ഓയിൽ കയറി കത്തിയിട്ട് ഓയിൽ ലെവൽ കുറഞ്ഞു പോണതാണ്. കാരണം എന്താ വെച്ചാൽ അതല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് ഓയിൽ കുറയുള്ളൂ. ഒന്ന് ഓയിൽ കത്തിപ്പോണം, അതല്ലെങ്കിൽ ഓയിൽ ലീക്കായിട്ട് പോകണം. പ്രത്യക്ഷത്തിൽ അതിനുള്ള ലീക്ക് നമ്മൾ പുറമെ കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓയിൽ കത്തണമെന്ന് വേണം നമുക്ക് അതിനകത്ത് നിന്ന് അനുമാനിക്കാനായിട്ട്. നിലവിൽ പ്ലഗ് മാറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് എൻജിൻ ഓയിൽ നമ്മൾ പുതിയതിപ്പോൾ ഫില്ല് ചെയ്യണം. കാരണം ഞാൻ ഇത് ഒട്ടും ഇല്ല ഓയിൽ, പിന്നെ അതിലേക്കൊന്നും ഓയിൽ ലെവൽ ഒഴിക്കൽ നടക്കില്ല. അപ്പോൾ എൻജിൻ ഓയിൽ മാറ്റുന്ന ഒഴിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓയിൽ ലെവൽ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ഒക്കെ ഓടി കഴിയുമ്പോൾ ഒന്നോ 1000 കിലോമീറ്റർ നോക്കാം, അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നോക്കാം. ഓയിൽ ലെവൽ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. കാരണം ഓയിൽ ലെവൽ കുറഞ്ഞ ഓടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻജിൻ കയറി പിടിക്കും. നമുക്ക് നല്ലൊരു പൈസ ചിലവ് തന്നെ കേസാണ്. ഏകദേശം ഒരു 10-15,000 രൂപ നമുക്ക് നല്ല രീതിയിൽ പണിയണമെന്നുണ്ടെങ്കിൽ, എൻജിൻ പണിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയതൊരു 15,000 രൂപ വരും. അപ്പോൾ അത് ആ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓയിൽ ലെവൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. കാരണം ഇപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടിക്ക് ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, ഓയിലില്ലാതെ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോൾ ഈ സിലിണ്ടർ പിസ്റ്റൺ തേയ്മാനം വന്നിട്ടുണ്ടാവും. അതായത് നിലവിലുള്ളതിനേക്കാളും കൂടുതൽ തേയ്മാനം വന്നിട്ടുണ്ടാവും. കാരണം ലൂബ്രിക്കേഷൻസ് നടക്കണില്ല, നല്ല രീതിയിൽ ഹീറ്റ് ആവണുണ്ടായിരുന്നു എൻജിൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോൾ ആ കത്തണേൻ്റെ അളവ് നേരെ ഡബിളായിരിക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സൈലൻസറിൽ വെള്ള കളറിൽ പുക വരാൻ സാധ്യതയുണ്ട്. അത് നിലവിൽ ഇപ്പോൾ ഇന്ന് കാണിച്ചില്ലെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി പുകയുടെ പ്രോബ്ലം കണ്ടില്ലെങ്കിൽ പോലും നമ്മൾ ഓയിൽ ലെവൽ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ പണി കിട്ടും, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാളിരിക്കുമ്പോൾ വണ്ടി ഓഫായി പോകുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായി. അത് നമുക്കിവിടെ സ്റ്റാർട്ടർ കോയിൽ എന്ന് പറഞ്ഞൊരു ലൈൻ ഇവിടെ കട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സൈഡിൽ എൻ്റെ ഇൻസ്റ്റലേഷൻ പോയി നിൽക്കുന്നതാണ്. അത് എൻജിൻ കേസുമേക്ക് ലോഡാവുന്ന സമയത്ത് അത് എർത്താവുമ്പോൾ പറഞ്ഞ കംപ്ലയിൻ്റാണ്. അതാണ് നമുക്ക് നിലവിൽ പ്രത്യക്ഷത്തിൽ കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ വേറെ പ്രോബ്ലംസൊന്നും നിലവിൽ കാണുന്നില്ല. പിന്നെ ഫ്രണ്ട് ഒരച്ചിൽ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൺഗാർഡിൻ്റെ ഭാഗത്താണ് അതിൻ്റെ പ്രോബ്ലം വന്നത് കേട്ടോ. അപ്പോൾ ഈ മൺഗാർഡിൻ്റെ ഈ വന്ന ലെഗ് വന്ന ഭാഗം ഇതുമ്പോൾ ടച്ച് ആയിക്കൊണ്ടിരുന്നതാണ് മെയിനായിട്ട് വന്ന റീസൺ. അതിൻ്റെ ഇവിടെ മൺഗാർഡ് നമ്മൾ സെപ്പറേറ്റ് ഒരു ബോൾട്ടൊക്കെ ഇട്ടിട്ടാണ് പിടിപ്പിച്ചത്. അതും ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പൊസിഷൻ ചെറിയൊരു വേരിയേഷൻസ് വരുത്തണുണ്ട്. അപ്പോൾ ഒരച്ചിൽ മാറിക്കോളൂ കേട്ടോ. അപ്പോൾ നിലവിൽ ഇത്രയാണ് മെയിനായിട്ടുള്ള വർക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഓയിലിൻ്റെ കേസ് നിർബന്ധമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ ഓയിൽ നല്ല രീതിയിൽ നമുക്ക് പണി കിട്ടുന്നൊരു കേസാണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം.